ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മിക്ക ഷോർട്സുകളിലും ഒരു കോമഡി പീസായിട്ട് ഈ താരത്തിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാതെയാണ് ഓരോ ഷോട്ട് എടുക്കാൻ തോന്നുന്നത്. ഭയങ്കര സാധനമാണ്. സാധാ പൂച്ചകളെ പോലത്തെ ഒരു ആഹാരം കഴിക്കില്ല. ഇത് കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും ഭക്ഷണം. സാധാ പൂച്ചകളും നമ്മൾ കഴിക്കുന്ന മീനൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇത് വെറൈറ്റി സാധനങ്ങളെ കഴിക്കത്തുള്ളൂ. ഇത് കഴിക്കുന്ന മിച്ചർ കൊടുത്താൽ മിച്ചർ കഴിക്കും, ബിസ്ക്കറ്റ് എടുത്തിട്ട് ബിസ്ക്കറ്റ് കഴിക്കും, ചിപ്സ് കഴിക്കും, അങ്ങനത്തെ ഐറ്റങ്ങൾ കഴിക്കുള്ളൂ. പിന്നെ മീൻ ഇട്ട് കൊടുത്താൽ മീനും ചോറുമായിട്ട് ഇട്ട് കൊടുത്താൽ മീൻ മാത്രം കഴിച്ചിട്ട് ചോറ് അതവിടെ വെച്ചിട്ട് പോകും. അതല്ല നമ്മൾ കഴിക്കുന്ന ചോറിനെ വിരവിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിക്കും. ഇതാ കിടക്കുന്ന കണ്ടില്ലേ, ഞാൻ ഇരിക്കുന്ന കസേരയുടെ അടിയിൽ കിടക്കുന്നതാണ്. ഓട്ടിച്ച് വിട്ടാൽ പോകില്ല. ഇത് പിടിക്കാൻ നടക്കുന്നത് ഈ പല്ലിയ, പാറ്റയ, അങ്ങനത്തെ ഈ ഇഴ ജന്തുക്കളെല്ലാം പിടിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണിത്. അതിന് പല്ല് കടിക്കുമ്പോൾ ഇങ്ങനെ കിരാന്ന് സൗണ്ട് കേൾക്കും. ഇപ്പോൾ ഇതാ എന്തെങ്കിലും കടിക്കാൻ കിട്ടുമെന്ന് നോക്കുന്നതാണ്. ഇപ്പം ഞാൻ കിടക്കുന്ന കസേരയുടെ താഴെയാണ് ഇരിക്കുന്നത്. ഇതിനെ പേടിച്ച് ഞാൻ കാലും മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. കടിച്ചൊന്നും തരത്തില്ല, പക്ഷെ ഇങ്ങനെ അടുത്തൂടെ പോകുമ്പോഴേക്കും എന്തോ പോലെ തോന്നും. എത്ര ഓട്ടിച്ച് വിട്ടാലും പോകില്ല. പക്ഷെ അതായിട്ട് ഇപ്പം ഒരു പോലീസുകാരൻ വന്ന് നമ്മുടെ വീട് നിരീക്ഷിക്കുമ്പോഴാണ് കയറി റൂമിനകത്തെല്ലാം കയറി ഈ ഇടകൾ വരെ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് നോക്കും. ഇത് നോക്കുന്നതാണ്, എന്തെങ്കിലും ഉണ്ടോ, അതിന് കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ. സാധനം മീൻസ് എന്തെങ്കിലും പല്ലിയോ പാറ്റയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് വേണ്ടി അതും സൂക്ഷിച്ച് നോക്കുന്നതാണ്. ഇതെല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നുമില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ആൾ പതുക്കെ അങ്ങ് പോകും. പിന്നെ കുറേ കഴിഞ്ഞ് വീണ്ടും വരും. പിന്നെ മക്കൾ വൈകുന്നേരം ട്യൂഷനെല്ലാം വിട്ട് വരുന്ന സമയം ഇയാൾക്കറിയാം. ആ സമയം ആകുമ്പോഴേക്കും വരും. എന്നുവെച്ചാൽ അവർ ബിസ്ക്കറ്റും എന്തെങ്കിലും ചിപ്സോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും വന്ന് അവരുടെ അടുത്ത് മ്യാവ് എന്ന് വിളിക്കുമ്പോൾ 2-3 ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കും. അവർ കഴിച്ച് തീരുമ്പോഴത്തേക്കും പോകും. പക്ഷെ രാത്രി എവിടെയെന്നറിയില്ല. രാത്രി എവിടെയെങ്കിലും പോയി കിടന്നിട്ട് പുറത്തേക്ക് വരും. പിന്നെ പിറ്റേ ദിവസം രാവിലെ വരത്തുള്ളൂ. പൂച്ചയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഭയങ്കര ദേഷ്യം എന്ന് വെച്ചാൽ ചീറിക്കൊണ്ടൊക്കെ നിൽക്കും. പക്ഷെ നമ്മളങ്ങനെ ഉപദ്രവിക്കാനൊന്നും വരില്ല. മക്കൾ ഇതിനൊരു പേരിട്ടത് കുക്കിന്ന്. അത് വിളിച്ചാൽ തിരിഞ്ഞു നോക്കുമെന്ന് അറിയില്ല. അവരിട്ട പേരാണ്. കുട്ടികളെ കാണുമ്പോൾ ഇതിനൊരു ഒളിച്ച് കളിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഇത് കുട്ടികൾ മദ്രസ വിട്ട് പോകുന്നതാണ്. അത് കണ്ട് ഒളിച്ച് നിൽക്കുന്നതാണ് കുക്കി. ഓക്കെ.